ഹായ് മക്കളെ, നമസ്കാരം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ ധർമ്മിഷ്ഠനായ രാധയൻ എന്ന പാഠഭാഗ സംഗ്രഹവും ചോദ്യോത്തരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വേഗം അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. മാക്സിമം ചാനൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. ഓക്കെ, നോക്കുക. PK ബാലകൃഷ്ണൻ്റെ കൃതിയാണ് ധർമ്മിഷ്ഠനായ രാധയൻ. എഴുത്തുകാരനെ കുറിച്ചുള്ള വിവരം നിങ്ങൾ വായിച്ചു നോക്കുക. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ജനശൂന്യമായ വനഹൃദയങ്ങളിലെത്തിയപ്പോൾ ദാരുകൻ രഥത്തിൻ്റെ ഗതി മന്ദീഭവിച്ചു. ജനശൂന്യം, ജനങ്ങളില്ലാത്ത. മഹാഭാരത യുദ്ധം നടക്കാൻ പോവാണ്. മഹാഭാരത യുദ്ധം നടക്കാൻ പോകുന്ന സമയത്ത് കൗരവരുടെ പക്ഷത്താണ് കർണനുള്ളത്, പാണ്ഡവരുടെ പക്ഷത്താണ് അർജുനനുള്ളത്. അർജുനനുള്ള ഒത്ത എതിരാളി കർണനാണ്. കർണനുണ്ട് എന്നൊരൊറ്റ പിൻബലത്തിലാണ് ദുര്യോധനൻ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് തന്നെ. അപ്പോൾ കർണനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ആര് നടത്തി നോക്കുകയാണ്? ശ്രീകൃഷ്ണൻ നടത്തി നോക്കുകയാണ്. കാരണം കർണൻ്റെ അമ്മയും പഞ്ചപാണ്ഡവരുടെ അമ്മയും ഒരേ ആൾ തന്നെയാണ്. ആ ഒരു എന്താ പറയുക, വൈകാരികമായിട്ടുള്ള അവസ്ഥയിൽ കയറി മാനസികമായിട്ട് അദ്ദേഹത്തെ തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ശ്രീകൃഷ്ണൻ നടത്തി നോക്കുന്ന സമയത്ത് ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന കർണൻ താനെടുത്ത തീരുമാനത്തിൽ നിന്നും ഒരടി പോലും എന്ത് ചെയ്യുന്നില്ല, വ്യതിചലിക്കുന്നില്ല. ആ ഭാഗമായിരുന്നു നമ്മുടെ പാഠഭാഗം. നോക്കുക. പിന്നെയും ജനശൂന്യമായ വനഹൃദയങ്ങളിൽ മനുഷ്യരൊന്നുമില്ലാത്ത കാടിൻ്റെ മധ്യഭാഗത്തെത്തിയ സമയത്ത് ദാരുകൻ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം രഥം എന്ത് ചെയ്തു, മന്ദീഭവിച്ചു. രഥത്തിനകത്ത് കൃഷ്ണനുണ്ട്, കർണനുണ്ട്. പിന്നെയും രഥത്തിൻ്റെ ഗതി സാവകാശമാക്കാൻ കൃഷ്ണൻ ആജ്ഞ നൽകി. ഒന്നുകൂടി സ്ലോ ആക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്ദനം ആ വനസ്ഥലിയെ ശോകഭീതമാക്കി. വലതു പാർശ്വത്ത് നിശ്ചലനായി നിൽക്കുന്ന കർണൻ്റെ കരങ്ങൾ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു, കർണ, എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും നിന്നെക്കുറിച്ചുള്ള സത്യമായ വിചാരങ്ങളും സത്യമായ വസ്തുതകളും അറിയിക്കാൻ നിന്നെ ഞാൻ ഇങ്ങനെ ആനയിച്ചു. നിന്നോട് ചില സത്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, വെളിപ്പെടുത്താനുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഈ വഴിയിലൂടെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ്? വിധി നിയോഗവശാൽ രഹസ്യമായി നിന്നോടത് ഞാൻ പറയുന്നു. എനിക്ക് പരസ്യമായിട്ട് അത് പറയാൻ ഇപ്പോൾ സാധിക്കില്ല, വിധി എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് രഹസ്യമായിട്ട് നീ എന്ത് ചെയ്യുക, അത് കേൾക്കുക. അത്ഭുത ബലശാലിയും അത്ഭുത വിക്രമിയുമാണ് കിടയറ്റ വില്ലാളിയായ നീ. ഞാൻ നിന്നെ പ്രതി മനസ്സാ ആദരവും സ്നേഹവും നിറഞ്ഞവനാണ്. എനിക്ക് നിന്നോട് അതിയായ സ്നേഹവും എന്തുകൊണ്ട് ആദരവും ഒക്കെ ഉണ്ട്. അത് നീ അറിയണം. നീ ആരെന്ന് നിന്നോട് പറയുവാനുള്ള, നീ ആരാണെന്ന് നിന്നോട് പറയുവാനുള്ള സമയമെടുത്തിരിക്കുന്നു. കുരുവംശജാതന്മാർ കൗരവന്മാർ തമ്മിൽ കൊന്നൊടുക്കി. കാരണം രണ്ടും കൗരവന്മാരാ. പാണ്ഡവന്മാരും കൗരവന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ കുരുവംശത്തിലുള്ളവരാണ്. ജ്യേഷ്ഠാന്യന്മാരുടെ മക്കളായിരുന്നു. അതുകൊണ്ട് കുരുവംശജാതന്മാർ പാണ്ഡവരും കൗരവരും കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. ആ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം, ധർമ്മയുദ്ധം, നമ്മുടെ മഹാഭാരത യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. എന്നാൽ നിരർത്ഥമായ ഈ കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് കഴിയും. ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ, നടക്കാതിരിക്കാൻ ഒരാൾ വിചാരിച്ചാൽ സാധിക്കും. അത് ഒരാൾക്ക് മാത്രമേ കഴിയൂ. സ്വയം ഉരുക്കഴിച്ച് നിർനിമേഷനായിരിക്കുന്ന കൃഷ്ണനോട് സന്ദേഹഭാവത്തിൽ കർണൻ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് കർണന് സംശയം, ഈ യുദ്ധം ഒഴിവാക്കാൻ അത്രയും കഴിവുള്ള ആളാരാണ്? അല്ലയോ വാസുദേവ, സ്വധർമാചരണത്തിൽ ക്ഷത്രിയ വംശമാകെ വീരസ്വർഗം പൂകണമെന്ന ഈശ്വരഹിതം ആർക്കാണ് ഒഴിവാക്കാൻ കഴിയുക? യുദ്ധത്തിൽ മരണപ്പെടുമ്പോൾ സ്വർഗം പ്രവേശിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ആ ഒരു മാർഗം ഒഴിവാക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? കൃഷ്ണ, നിനക്ക് പോലും തടുക്കാനാവാത്ത കാലഗതി മറ്റാർക്കാണ് തടുക്കാൻ കഴിയുക? നീ വിചാരിച്ചാൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ആ മാർഗം. കാരണം നീ ദൈവത്തിൻ്റെ അവതാരമാണ്. നിനക്ക് സാധിക്കാത്ത ആ കാര്യം വേറെ ആർക്കാണ് സാധിക്കുക? കഴിയും. കൃഷ്ണൻ പറഞ്ഞു, കഴിഞ്ഞെന്ന് വരും ഒരാൾക്ക്. വംശവിനാശകരമായ ഈ ഭീകര പ്രതിസന്ധിയിൽ ഒരാൾക്ക് അതിന് കഴിയും. ആർക്ക്? നിനക്കത് കഴിയും. നിനക്ക്, കൗന്ദേയനായ കർണന്. അവിടെയാണ് പരാമർശിക്കുന്നത് കൗന്ദേയൻ, കുന്തിദേവിയുടെ പുത്രനായ കർണന്. ചൂണ്ടുവിരൽ കർണൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു. കൗന്ദേയൻ എന്ന വാക്ക് കേട്ടപ്പോൾ കർണൻ ഒന്ന് ഞെട്ടി. താൻ കുന്തിദേവിയുടെ മകനാണ് എന്ന വാർത്ത കേട്ട സമയത്ത് കർണൻ ഒന്ന് ഞെട്ടി. കുന്തിദേവി ജനിച്ച സമയത്തെ ആരും അറിയാതെ പെട്ടിയിലാക്കി ഒഴുക്കിക്കളഞ്ഞ കുട്ടിയാണ്. ആ പെട്ടി എത്തിയത് അതിരഥൻ്റെയും രാധയുടെയും കൈകളിലാണ്. അവരുടെ മകനായിട്ടാണ് കർണൻ എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. നീ സൂതവംശജനല്ല അർജുന,
മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ജനിച്ച കാനീനനാണ് നീ. ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സ്വജനമാണ്. യുധിഷ്ഠിര ഭീമാർജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം വാക്കുകൾ കേട്ട് സ്വയം ആശ്ചര്യപ്പെടുന്ന വിചിത്രഭാവത്തിൽ കൃഷ്ണൻ പറഞ്ഞു, കൗന്ദേയനായ കർണ. വീണ്ടും അഭിസംബോധന ചെയ്യുന്ന എന്താണ്? കുന്തിദേവിയുടെ പുത്രനായ കർണ. വേദപാരംഗതരായ വിപ്രരെ നിത്യവും ഉപാസിച്ചവനാണ് നീ. ധർമ്മതത്വങ്ങളെല്ലാം അറിയുന്ന മഹാപ്രജ്ഞനാണ് നീ. കുന്തിയുടെ ആദ്യത്തെ പുത്രനായ നീ ധർമ്മശാസ്ത്ര നിശ്ചയത്താൽ പാണ്ഡവർക്ക് ജ്യേഷ്ഠ സഹോദരനായ പാണ്ഡവനാണ്. ഭാതൃവശാൽ മാത്രമല്ല പിതൃവശാലും നീ പാണ്ഡവനാണെന്ന് ശാസ്ത്രം പറയുന്നു. കുന്തിയുടെ മൂത്ത പുത്രനായ കർണൻ വൃഷ്ണികളായ ഈ ഞങ്ങൾക്ക് യുധിഷ്ഠിരനേക്കാൾ സ്നേഹാർഹനായ സ്വജനമാണ്. ഞങ്ങൾ പാണ്ഡവ പക്ഷത്തുള്ള ആളുകൾക്കൊക്കെ യുധിഷ്ഠിരനോടുള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനവും സ്നേഹവും മൂത്ത പുത്രനായ നിന്നോടാണുള്ളത്. നിശ്വാസം പോലും നിലച്ച നിലയിൽ കർണൻ കൃഷ്ണൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടു. ഒന്നും മറുപടി പറയാതെ സ്തബ്ധനായി നിന്ന് താൻ കുന്തിദേവിയുടെ പുത്രനാണ്, നീ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് എന്നുള്ള വാർത്ത ഞെട്ടലോട് കൂടിയാണ് ആര് കേട്ടോണ്ടിരിക്കുന്നത്? കർണൻ കേട്ടോണ്ടിരിക്കുന്നത്. എന്നോടൊത്ത്, അതുകൊണ്ട് കർണ നീ എന്ത് ചെയ്യുക? എന്നോടൊത്ത് എൻ്റെ ഈ രഥത്തിൽ പാണ്ഡവന്മാരുടെ കൂടാരത്തിലേക്ക് വരാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നോടൊത്ത് പാണ്ഡവ സങ്കേതത്തിൽ ചെന്നിറങ്ങുക. നീ ജ്യേഷ്ഠ സഹോദരനാണെന്ന് പാണ്ഡവർ അറിയും. ജ്യേഷ്ഠ സഹോദരനായി നിന്നെ അവരഞ്ചു പേരും, യുധിഷ്ഠിരനും അർജുനനും ഭീമനും നകുലനും സഹദേവനും നിന്റെ കാല് പിടിച്ച് ആദരിക്കും. നിന്നെ അവർ എന്ത് ചെയ്യും? മഹാരാജാവായി വാഴിക്കും. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ശബ്ദവും ചലനവും വീണ്ടും കൈവരുത്താൻ കർണൻ സാഹസപ്പെടുന്നത് പോലെ തോന്നി. ഈ വാക്കുകളൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കർണൻ. അപ്പോൾ മറുപടി പറയാനുള്ള പ്രാപ്തി വീണ്ടെടുക്കുന്ന പോലെ തോന്നി. പരിക്ഷീണമായ ശബ്ദത്തിൽ കർണൻ കൃഷ്ണനോട് പറഞ്ഞു, വൃഷ്ണികുല നായകനായ വസുദേവ, നിന്റെ സൗഭ്രാത്രത്തിന് മുമ്പിൽ കർണൻ ഇതാ ശിരസ് നമിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്നൊരു വലിയ പ്രവൃത്തി തന്നെയാണ്. സുയോധനനുമായുള്ള വേഴ്ചയെ ഞാൻ ഒഴിവാക്കിയാൽ നീചമായ നന്ദി പോലും എന്നെ കണ്ടാൽ ലജ്ജിച്ച് തല താഴ്ത്തുകയില്ലേ? കൃതജ്ഞത, നന്ദി എന്ന് പറയുന്ന ആ ഒരു വാക്ക് പോലും എന്നെ എന്ത് ചെയ്യും? പുച്ഛിച്ച് കളയും. കാരണം ദുര്യോധനൻ എന്നെ അത്രമാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? സഹായം ചെയ്ത ആളാണ്. നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം, ഇന്ന് ഇന്ദ്രൻ അല്ലെങ്കിൽ കർണൻ്റെ മുന്നിൽ വന്നുകൊണ്ട് കൃഷ്ണൻ വന്ന് ഈ സംസാരിക്കുന്നത് പോലും ഈ ഒരു പ്രാപ്തിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആരാണ്? ഇതേ പറയപ്പെട്ട ദുര്യോധനനാണ്. ദുര്യോധനൻ ദാനമായി നൽകിയ ജീവിതമാണിത്. മഹാത്മാവായ നീ അഭിഷക്തനായ കർണൻ്റെ വിചാരങ്ങൾക്ക് ഇന്നൊരിക്കൽ സാക്ഷ്യം വഹിച്ച് അവരെ ധന്യനാക്കിയാലും കർണൻ തുടർന്നു. ഇനി ഞാൻ എവിടേക്ക് പിന്മാറാനാണ്? യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പരസ്പരം കരാറുകൾ വരെയായി. യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. എൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണ് സകലരെയും ധിക്കരിച്ച് സുയോധനൻ യുദ്ധമാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നത്. ഞാനുണ്ട് എന്നുള്ളൊരൊറ്റ ബലത്തിലാണ് ദുര്യോധനൻ എന്ത് ചെയ്തത്? ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും ഇപ്പോൾ സുയോധനനെ കർണൻ കൈവിടുകയില്ല. എനിക്ക് ഭൂമി മുഴുവൻ തരാം, ഭാരത രാജ്യം മാത്രമല്ല ഈ ഭൂമി മുഴുവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും സുയോധനനെ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല? ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ബന്ധം പറഞ്ഞിട്ടാണെങ്കിലും ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നും കൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണൻ ഇനി പിന്മാറ്റമില്ല. ബന്ധത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ പണത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഈ അവസ്ഥയിൽ നിന്ന് കർണനെ പിന്മാറ്റാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. കൂടുതൽ ദീനമായ സ്വരത്തിൽ കർണൻ പിന്നെയും പറഞ്ഞു, കർണന് ഇനി പിന്മാറ്റമില്ല. എന്നാൽ നീ ഇന്ന് കാണിച്ച ഈ സ്നേഹവും അഭ്യുദയകാംക്ഷയും എന്നിൽ എന്നും ജീവിക്കും. യുദ്ധം മുൻപിൽ തന്നെ നിൽക്കുന്നു. ജയാപജയങ്ങൾ ഗൗനിക്കാതെ മരണഭയം കൂടാതെ സുയോധനന് വേണ്ടി സ്വന്തം അനുജന്മാരുമായി ഞാൻ എന്ത് ചെയ്യും? യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. ആ യുദ്ധത്തിൽ അർജുന ശരമേറ്റ് കർണൻ എന്ന് ഭൂമിയിൽ വീഴുന്നുവോ കൃഷ്ണ, അന്നേ പാണ്ഡവർ വിജയിക്കുകയുള്ളൂ. അതുവരെ പാണ്ഡവർക്ക് എന്തില്ല? ജയമുണ്ടായിരിക്കില്ല. സെറ്റാണല്ലോ. ഇതായിരുന്നു നമ്മുടെ പാഠസംഗ്രഹം. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് വരാം. കൂടെ നിന്നോളുക. കൃഷ്ണന്റെ വാദങ്ങൾ അവഗണിക്കാൻ കർണൻ നിരത്തുന്ന ന്യായങ്ങൾ എന്തെല്ലാം? ദുര്യോധനനുമായുള്ള ബന്ധത്തെ തള്ളിപ്പറഞ്ഞാൽ താൻ നീചമായ നന്ദികേടായിരിക്കും കാണിക്കുന്നതെന്ന് കർണൻ പറയുന്നു. കർണന്റെ ബലത്തിൽ വിശ്വസിച്ചാണ് എല്ലാവരെയും ധിക്കരിച്ച് സുയോധനൻ യുദ്ധമാർഗത്തിൽ ഉറച്ചു നിന്നത്. അർജുനനെ കർണൻ വധിക്കുമെന്ന വിശ്വാസമാണ് ദുര്യോധനന്റെ ബലം. ജയപരാജയങ്ങൾ ഗൗനിക്കാതെ മരണഭയം കൂടാതെ സുയോധനന് വേണ്ടി തൻ്റെ സ്വന്തം അനുജന്മാരുമായി യുദ്ധം ചെയ്യുമെന്ന് ന്യായങ്ങൾ നിരത്തി കർണൻ പറയുന്നു.
കൃഷ്ണൻ്റെ വാദങ്ങൾ അവഗണിക്കാൻ കർണൻ നിരത്തുന്ന ന്യായങ്ങൾ, ദുര്യോധനനുമായുള്ള ബന്ധത്തെ തള്ളിപ്പറഞ്ഞാൽ താൻ നീചമായ നന്ദികേടായിരിക്കും കാണിക്കുന്നതെന്ന് കർണൻ പറയുന്നു. കർണൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണ് എല്ലാവരെയും ധിക്കരിച്ച് സുയോധനൻ യുദ്ധമാർഗത്തിൽ ഉറച്ചു നിന്നത്. അർജുനനെ കർണൻ വധിക്കുമെന്ന വിശ്വാസമാണ് ദുര്യോധനൻ്റെ ബലം. ജയപരാജയങ്ങൾ ഗൗനിക്കാതെ, മരണഭയം കൂടാതെ സുയോധനു വേണ്ടി തൻ്റെ സ്വന്തം അനുജന്മാരുമായി യുദ്ധം ചെയ്യുമെന്ന് ന്യായങ്ങൾ നിരത്തി കർണൻ പറയുന്നു. സെറ്റാണല്ലോ. നോക്കുക, ഭ്രാതൃ പരിസേവിതനായി നിനക്ക് അവകാശപ്പെട്ട സിംഹാസനത്തിൽ നീ അമരുന്ന കാഴ്ച ഏവരും കൺകുളിർക്കെ കാണട്ടെ. ഈ കാഴ്ചയിലേക്ക് കർണനെ നയിക്കാൻ കൃഷ്ണൻ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഭ്രാതൃ പരിസേവിതനായി നിന്റെ സഹോദരന്മാരുടെ കൂടെ നീ എന്ത് ചെയ്യും, രാജാവായി ഇരിക്കുന്ന കാഴ്ച നിനക്ക് കാണാം. അത് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കർണൻ്റെ മുന്നിൽ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. കർണൻ സൂതവംശജനല്ല, വെറും ഒരു സൂതൻ്റെ മകനല്ല കർണൻ. സൂതനായ അധിരഥൻ്റെയും രാധയുടെയും പുത്രനുമല്ല. അർജുന മാതാവായ കുന്തിദേവിക്ക് സൂര്യഭഗവാനിൽ ജനിച്ചവനാണ് കർണൻ എന്ന് കർണനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. കുന്തിയുടെ പുത്രനായ കർണൻ പാണ്ഡവർക്ക് ജ്യേഷ്ഠ സഹോദരനാണ്. കൃഷ്ണനോടൊത്ത് തൻ്റെ രഥത്തിൽ പാണ്ഡവ സങ്കേതത്തിൽ വരാൻ കർണനോട് അപേക്ഷിക്കുന്നു. പാണ്ഡവ സങ്കേതത്തിൽ ചെന്നിറങ്ങുന്ന കർണൻ ജ്യേഷ്ഠ സഹോദരനാണെന്ന് പാണ്ഡവർ അറിയും. എന്നിട്ടോ അവർ5 പേരും കാലുപിടിച്ചെന്ത് ചെയ്യും, കർണനെ ആദരിക്കും. മാത്രമല്ല, ദ്രൗപദിയും അവരുടെ 5 മക്കളും അർജുനപുത്രനായ അഭിമന്യുവും കർണൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യും. പാണ്ഡവ സദസ്സിലുള്ള എല്ലാ നല്ല ജനങ്ങളും കർണനെ ആദരിക്കുകയും മഹാരാജാവായി വാഴിക്കുകയും ചെയ്യും. പാണ്ഡവ കുലഗുരുവായ ധൗമ്യൻ കർണൻ്റെ അഭിഷേചന കർമ്മത്തിൽ അഗ്നാഹുതി യാഗം കഴിക്കും. പാർശ്വത്തിൽ പട്ടമഹർഷിയായ ദ്രൗപദിയുമൊത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർണൻ്റെ ശീർഷോപരി യുവരാജാവായ യുധിഷ്ഠിരൻ വെഞ്ചാമരമുയർത്തും. ഭീമസേനൻ വെൺകൊറ്റക്കുട പിടിക്കും. ശ്വേതാശ്വത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് അർജുനനായിരിക്കും എന്ത് ചെയ്യുക, സൂതനായിട്ടിരിക്കുക. പാഞ്ചാലന്മാർ ശമത്തിലും യുദ്ധത്തിലും ഒരുപോലെ നിന്ന് കർണൻ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി പാഞ്ചാലന്മാർ മുഴുവനുണ്ടായിരിക്കും. ശ്രീകൃഷ്ണനും സകല യാദവന്മാരും കർണൻ്റെ പിന്നിലാണ് അണിനിരക്കുക. സ്വന്തം അനുജന്മാരായ പാണ്ഡവരുമായി സൗഭാത്രം പുലർത്തുന്ന കാഴ്ചകൾ കണ്ട് മിത്രങ്ങൾ സന്തോഷിക്കുകയും ശത്രുക്കൾ കിടിലം കൊള്ളുകയും ചെയ്യും. ഭ്രാതൃ പരിസേവിതനായി തനിക്ക് അവകാശപ്പെട്ട സിംഹാസനത്തിൽ കർണൻ അമരുന്ന കാഴ്ച ഏവരും കൺകുളിർക്കെ കാണും. കർണനെ നയിക്കാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയെല്ലാമുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയത്. സെറ്റ്. നോക്കുക, കർണൻ മറുപടി പറയുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധനൻ അന്നെനിക്ക് നൽകിയ ദാനമാണ്. വിശദീകരിക്കുക. എന്താണ്? നിവാരണമറ്റ വലിയ അപമാനബോധത്താൽ മരിച്ച കർണന് സുയോധനനാണ് പുനർജന്മം നൽകിയത്. ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട്, ഭീമനാൽ അപമാനിക്കപ്പെട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ്. ഏത് രാജ്യത്തെ രാജാവാണ്? നിന്റെ പിതാവിൻ്റെ പേരെന്താണ്? രാജാക്കന്മാരുമായിട്ട് ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ മിനിമം ആ ക്വാളിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് അപമാനിക്കുന്ന സമയത്ത് ഒരു രാജ്യം തന്നെ അങ്ങ് കൊടുത്ത് അവിടുത്തെ രാജാവായി വാഴിക്കുകയാണ് ആര്? ദുര്യോധനൻ. അങ്ങനെ അപമാനബോധത്താൽ മരിച്ച കർണന് സുയോധനനാണ് പുനർജന്മം നൽകിയത്. പ്രത്യുപകാരം ചിന്തിക്കാതെ സുയോധനൻ കർണനെ രാജാവായി വാഴിച്ചു. കർണൻ അർത്ഥത്തെ വില വെക്കുന്നവനല്ല, പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനല്ല കർണൻ. എന്നാൽ അന്ന് ആ രാജ്യദാനത്തിലൂടെ സുയോധനൻ കർണൻ്റെ ആത്മാഭിമാനം തിരിച്ചു നൽകി. ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു നൽകുന്നതിലൂടെ കർണൻ്റെ സ്വന്തം ജീവിതം തന്നെയാണ് തിരിച്ചു നൽകിയത്. ഇന്ന് നിങ്ങളെല്ലാം കാണുന്ന ഈ ജീവിതം എനിക്ക് സുയോധനൻ അല്ലെങ്കിൽ ദുര്യോധനൻ അന്ന് എനിക്ക് ദാനമായി നൽകിയ ജീവിതമാണെന്ന് കർണൻ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. നിവാരണമറ്റ അപമാനബോധത്താൽ മരിച്ച കർണന് രാജ്യം കൊടുത്തിട്ട് മാനെ രക്ഷിക്കുകയായിരുന്നു ആര് ചെയ്തത്? ദുര്യോധനൻ ചെയ്തത്. സെറ്റാണല്ലോ. ഈ പാഠഭാഗത്തിൻ്റെ സംഗ്രഹം നോക്കുക, പാഠഭാഗം പഠിച്ചേക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.